നമസ്കാരം. സുപ്രധാന തീരുമാനങ്ങളുമായി ഇന്ത്യയുടെയും അമേരിക്കയുടെയും രാഷ്ട്ര തലവന്മാർ തമ്മിലുള്ള കൂടിക്കാഴ്ച അവസാനിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടന്ന കൂടിക്കാഴ്ച ലോകം തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു ഇവന്റ് ആയിരുന്നു. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ ഈ കൂടിക്കാഴ്ചയെ വളരെയധികം പ്രതീക്ഷയോടുകൂടിയാണ് നോക്കിക്കണ്ടുകൊണ്ടിരുന്നത്. കുടിയേറ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, വ്യാപാരത്തിലെ ചില പ്രശ്നങ്ങൾ, ഇതെല്ലാം തന്നെ ഇരു ലോക നേതാക്കന്മാരും അല്ലെങ്കിൽ രണ്ട് രാഷ്ട്ര തലവന്മാരും സംസാരിച്ച് രമ്യതയിലെത്തും എന്ന പ്രതീക്ഷ തീർച്ചയായും ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷയ്ക്കൊപ്പം നിന്ന ഒരു കൂടിക്കാഴ്ചയായിരുന്നു സുപ്രധാനമായ തീരുമാനങ്ങൾ. അതായത് ഇന്ത്യയുടെയും അമേരിക്കയുടെയും പുരോഗതിക്ക് വേണ്ടി ഒരുമിച്ച് മുന്നേറും എന്ന തീരുമാനമാണ് ഇരു നേതാക്കളും എടുത്തിട്ടുള്ളത്. വ്യാപാര രംഗത്ത് ശക്തമായ കരാറുകൾ ഉണ്ടാകും. മാത്രമല്ല, പ്രതിരോധ രംഗത്ത് സഹകരണം ഉണ്ടാകും. ആഗോള ഭീകരതയ്ക്കെതിരെ ഒരുമിച്ച് നിന്ന് പോരാടും. അതിൻ്റെ ഭാഗമായി തഹാവൂർ റാണ എന്ന മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യപ്രതിയെ അമേരിക്കൻ സർക്കാർ ഉടൻ തന്നെ ഇന്ത്യക്ക് കൈമാറും. തഹാവൂർ റാണയെ വിട്ടുകൊടുക്കാനായി അമേരിക്കൻ സുപ്രീം കോടതിയുടെ ഉത്തരവ് ദിവസങ്ങൾക്ക് മുമ്പ് വന്നതാണ്. ഇനി കാര്യങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് അമേരിക്കൻ ഭരണകൂടമാണ്. അത് ഉടൻ ചെയ്യും എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടുള്ള ചർച്ചയിൽ ഡൊണാൾഡ് ട്രംപ് ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഇങ്ങനെ ലോകം ഉറ്റുനോക്കുന്ന ചർച്ച വൈറ്റ് ഹൗസിൽ നടക്കുമ്പോൾ പുറത്ത് നിരവധി ഇന്ത്യക്കാർ നരേന്ദ്രമോദിക്ക് സ്വാഗതം അരുളിക്കൊണ്ട് അവർ വലിയ പ്രകടനം നടത്തുകയായിരുന്നു. അമേരിക്കയുടെയും അതുപോലെ തന്നെ ഇന്ത്യയുടെയും പതാകകൾ ഏന്തി നരേന്ദ്രമോദിക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ടുള്ള പ്ലക്കാർഡുകളും ഏന്തി ഒരു വലിയ ജനക്കൂട്ടം തന്നെ നരേന്ദ്രമോദിക്കും ഡൊണാൾഡ് ട്രംപിനും പിന്തുണ അർപ്പിച്ചുകൊണ്ട് പുറത്തുണ്ടായിരുന്നു. ഒരു ഭാഗത്ത് ഇവരായിരുന്നുവെങ്കിൽ മറുഭാഗത്ത് ഖലിസ്ഥാൻവാദികളായിരുന്നു. കാനഡയിലും അമേരിക്കയിലുമെല്ലാം ഖലിസ്ഥാൻവാദികൾ ശക്തരാണ് എന്ന് നമുക്കറിയാം. ഇന്ത്യയിൽ പഞ്ചാബിലടക്കമുള്ള പ്രദേശങ്ങളിൽ വിഘടനവാദം വളർത്താൻ അവർ വർഷങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ അവസാനിപ്പിച്ച ഈ ഖലിസ്ഥാൻ ഭീകര പ്രസ്ഥാനത്തിന് പിന്നീട് പഞ്ചാബിലോ ഭാരതത്തിൽ എവിടെയെങ്കിലോ ഏതെങ്കിലും തരത്തിൽ പുനരുജ്ജീവനം നടത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ കാനഡയിലും അതുപോലെ തന്നെ അമേരിക്കയിലുമുള്ള ചില സംഘടനകൾ ഇന്ത്യയിൽ വിഘടനവാദം വളർത്താനും പഴയ ഖലിസ്ഥാൻവാദം തിരികെ കൊണ്ടുവരാനുമുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇവരാണ് ഇന്ത്യയിൽ നിന്നുള്ള നേതാക്കൾ ഈ പറയുന്ന രാജ്യങ്ങളിലൊക്കെ എത്തുമ്പോൾ പ്രതിഷേധവുമായി എത്തുന്നത്. അങ്ങനെ ഖലിസ്ഥാൻവാദികളും മറുഭാഗത്ത് മോദിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച് നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യക്കാർ ദേശീയ പതാകയേന്തി ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം വിളിച്ച് മോദിക്ക് ജയ് വിളിച്ചുകൊണ്ട് ഈ ഖലിസ്ഥാൻവാദികൾക്ക് മുഖാമുഖം വന്നു. രണ്ടുപേരും വിട്ടുകൊടുത്തില്ല എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ഖലിസ്ഥാൻവാദികൾ ഇന്ത്യക്കാരുടെ ഈ മുദ്രാവാക്യം വിളിയിൽ മുങ്ങിപ്പോകുന്നതാണ് നമ്മൾ കണ്ടത്. അമേരിക്കയുടെയും അതുപോലെ തന്നെ ഭാരതത്തിൻ്റെയും നേതാക്കന്മാർ തമ്മിലുള്ള രാഷ്ട്രത്തലവന്മാർ തമ്മിലുള്ള ചർച്ച വൈറ്റ് ഹൗസിൽ നടക്കുമ്പോൾ വൈറ്റ് ഹൗസിന് പുറത്ത് അരങ്ങേറിയ ദൃശ്യങ്ങൾ തത്വമയി എക്സ്ക്ലൂസീവായി ഇതാ പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിക്കുകയാണ്. ഭാരത് മാതാ കി ജയ് വിളികൾ, അതുപോലെ തന്നെ മോദിക്ക് സ്വാഗതം അരുളിക്കൊണ്ടുള്ള മുദ്രാവാക്യങ്ങൾ, ഇതൊക്കെ ഉയർന്നപ്പോൾ ഖലിസ്ഥാൻവാദികൾ ആ ശബ്ദത്തിൽ മുങ്ങിപ്പോകുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം.
മോദി ട്രംപ് കൂടിക്കാഴ്ച നടക്കുമ്പോൾ വൈറ്റ് ഹൗസിന് പുറത്ത് നടന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഖലിസ്ഥാൻവാദികൾ ഒരിക്കൽ കൂടി ഇത്തരത്തിൽ ദേശസ്നേഹികൾക്ക് മുമ്പിൽ കീഴടങ്ങുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്.